എൻ്റെ സ്നേഹവന്ദനം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിയുന്ന എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ കൈ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം. ഈ പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിനാൽ പലർക്കും പല ഗുണമുണ്ടായി. യഹൂദന്മാർക്കൊരു ബർബാസിനെ കിട്ടി, യൂദായിക്ക് 30 വെള്ളിക്കാശ് കിട്ടി, പടയാളികൾക്ക് പഴയ അങ്കി കിട്ടി. നമ്മുടെ നാട്ടിൽ ചിലർക്ക് ആണ്ടിലാണ്ടിലൊരു ദുഃഖവെള്ളിയും ഉയർപ്പും ഞായറും കിട്ടി. എന്നാൽ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിനാൽ നമുക്ക് നിത്യജീവൻ കിട്ടി. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടതിനാൽ നമുക്ക് സ്വർഗപ്രവേശനം കിട്ടി. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ നമുക്ക് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വ്യാപാര ശക്തി കിട്ടി. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വ്യാപാര ശക്തി കയ്യിലായുധമായി കാവൽ നിന്ന് കാവൽക്കാരുടെ കാൽമുട്ടുകളെ വിറകൊള്ളിച്ച ശക്തിയാണ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വ്യാപാര ശക്തി റോമ ഗവൺമെൻറ് ഇമ്പീരിയൽ മുദ്ര തകർത്ത ശക്തിയാണ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വ്യാപാര ശക്തി നിർജീവ ശരീരത്തിന്മേൽ ജീവൻ വ്യാപരിപ്പിച്ച് യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ശക്തിയാണ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വ്യാപാര ശക്തി സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ പിച്ച തണ്ടുവാൻ കൊണ്ടിരുത്തിയ പിച്ചക്കാരൻ്റെ നാഡീ ഞരമ്പുകളിൽ ദൈവ ശക്തി വ്യാപരിപ്പിച്ച് അവനെ ചാടി എഴുന്നേൽപ്പിച്ച ശക്തിയാണ്. ആ ശക്തി ഇന്ന് രാത്രിയിൽ ഈ പകൽ ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് വാതുറന്ന് അല്പസമയം ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിക്കാം. ആരും മൗനമായിരിക്കരുത്. എല്ലാവരും അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചാട്ട് ശക്തിയോടെ ഹല്ലേലൂയ. എന്താണ് നമ്മൾ പാടിക്കൊണ്ടിരുന്നത്? നീ എൻ്റെ ബന്ധനത്തെ അഴിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. നീ എൻ്റെ ബന്ധനത്തെ അഴിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. കേരളത്തിലെ 100 കണക്കിന് യൂണിയൻ കൺവെൻഷനുകളിൽ ഞാൻ വിളിച്ചു ചോദിക്കാറുണ്ട്, നിങ്ങൾക്കൊരു സ്തോത്രം പറയാമോ എന്ന്. ചിലർക്ക് സ്തോത്രം പറയണമെന്നുണ്ട്, വായിന്ന് ചാടാറില്ല. ചിലർക്ക് കൈ അടിക്കണമെന്നുണ്ട്, കഴിയാറില്ല. ചിലർക്ക് ശരീരം ഒന്ന് ചലിപ്പിക്കണമെന്നുണ്ട്, കഴിയാറില്ല. ഈ രാവിലെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയാം, ബന്ധനം അഴിയപ്പെട്ടവനെ ദൈവത്തെ സ്തുതിപ്പാൻ കഴിയൂ. പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, രോഗത്തിന്റെ ബന്ധനത്തിൽ നിന്ന്, പൈശാചിക ബന്ധനത്തിൽ നിന്ന്, പൗരോഹിത്യ ബന്ധനത്തിൽ നിന്ന് വിടുതൽ ജനിച്ച ദൈവജനം ഈ പകൽ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കാം. ശക്തിയോടെ ഒരിക്കൽ കൂടെ കരമടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി ഞാൻ എൻ്റെ യേശുവിനെ പ്രസംഗിക്കുന്നു. ഞാൻ പ്രസംഗിക്കാത്ത ഏറിയ ആൾ ഇവിടെങ്ങുമില്ല. ഈ സ്റ്റേജിൽ ഞാൻ നിന്നിട്ടുണ്ട്. ഞാൻ പണ്ട് ഇവിടൊക്കെ വരുന്നത് ബസ്സിലായിരുന്നു. ബസ്സിൽ വരുമ്പോൾ ഛർദ്ദിച്ച് അവസ്ഥനായിട്ടാണ് വരുന്നത്. ഛർദ്ദിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, അവോമിൻ ഗുളിക കഴിക്കണം ഛർദ്ദിക്കാതിരിക്കാൻ. ഇവിടുത്തെ വളവുകൾ പേടിയായിരുന്നു. നെല്ലാടൊക്കെ പ്രസംഗിച്ചിട്ട് പോയത് ഞാൻ ഓർക്കുകയാണ്. തിരിച്ചു പോകുമ്പോൾ തണുപ്പാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കുമിളിയിലായിരുന്നു. അതിനുശേഷം തൃശ്ശൂർ വന്ന് നാട്ടിൽ തിരുവല്ലായി പ്രസംഗിച്ചിട്ടായിരുന്നു വരുന്നത്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഏറ്റവും പുറകിലെ സീറ്റിലിരിക്കും, കാരണം ഛർദ്ദിച്ചാൽ മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകാതിരിക്കാൻ. പക്ഷേ എങ്കിലും വളവ് തിരി മൂവാറ്റുപുഴ വരെ പിടിച്ചിരിക്കാം, പിന്നെ ഛർദ്ദില്ല. അങ്ങനെ അവശരായി കോട്ടയം സ്റ്റാൻഡിലൊക്കെ ഒത്തിരി കിടന്നിട്ടുണ്ട്. കാരണം പിന്നെ യാത്ര ചെയ്യാൻ കഴിയാതെ. ഒരിക്കൽ പൊൻകുന്നത്ത് കടൽ തിണ്ണയിൽ ബാഗ് വെച്ചിരുന്നു, മയങ്ങിപ്പോയി. അവിടെയൊക്കെ ദൈവം നടത്തി. പ്രൈസ് ദി ലോർഡ്. ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോഴിങ്ങനെ കൺവെൻഷൻ പ്രസംഗിയൻ ആയിട്ടല്ല ഇറങ്ങിയത്. ഏകദേശം ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങി. ഞാൻ സത്യത്തിൽ വലിഞ്ഞേറിയ ഓരോ സഭകളിൽ ചെല്ലുന്നവനായിരുന്നു. ഞായറാഴ്ചയാകുമ്പോൾ എവിടെ പോകണമെന്ന് എനിക്കറിയില്ല. വേദപുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങും. ഓരോ ടൗണുകളിൽ ബസ് സ്റ്റാൻഡുകളിൽ നിൽക്കും. വലിഞ്ഞേറി ചെല്ലുന്നവരുടെ വേദന അനുഭവിച്ചുള്ള ചിലരെങ്കിലും ഇവിടെ കാണും. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഞാൻ കരയും. എങ്ങോട്ട് പോകണമെന്നറിയില്ല. ഒരിക്കൽ ഞാൻ തിരുവല്ല സ്റ്റാൻഡിലിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. ദാവീദിനോട് പറഞ്ഞു, ലോർഡ് യു കൗണ്ടഡ് മൈ വാണ്ടറിങ്സ്. ഞാൻ നിൻ്റെ തെണ്ടിത്തിരിയലിനെ എണ്ണുന്നു. നിൻ്റെ കണ്ണുനീർ എൻ്റെ തുരുത്തിയിലുണ്ട്, അവ എൻ്റെ പുസ്തകത്തിലുണ്ട്. രാജാവാകാൻ വിളിക്കപ്പെട്ടിട്ടും അഭിഷേകതകളും തലയിൽ വീണിട്ടും ദാവീദിന് അലയണ്ടി വന്നു, ഉഴലണ്ടി വന്നു. തമ്പുരാൻ പറഞ്ഞു, ഞാൻ നിൻ്റെ ഉഴൽച്ചകളെ എണ്ണിക്കൊണ്ടിരിക്കുന്നു. നിൻ്റെ കണ്ണുനീരെൻ്റെ തുരുത്തിയിലുണ്ട്. നിങ്ങളുടെ ആരുടെയും പേരെനിക്ക് അറിഞ്ഞുകൂടെങ്കിലും പരിശുദ്ധാത്മാവിൽ പറയാം, നിൻ്റെ കണ്ണുനീർ തുരുത്തിയിലുണ്ട്. ഓ ഷമറുഖൂനിയ. നിൻ്റെ കണ്ണുനീർ നിൻ്റെ കൈലേസിൽ തീരില്ല, നിൻ്റെ ടിഷ്യൂ പേപ്പറിൽ തീരില്ല. അത് തുരുത്തിയിലാക്കി വെക്കുന്നൊരു ദൈവമുണ്ട്. ഈ സഭായോഗത്തിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നീ രഹസ്യമായി കരയുന്നതിന് പരസ്യമായി ഉത്തരം തരുന്നൊരു ദൈവമുണ്ട്. ആരോടും പറയാതെ, ആരും അറിയാതെ നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് എല്ലാവരും കാണുക, എൻ്റെ ദൈവം ഉത്തരം തരാൻ പോകുക. വിശ്വസിക്കുന്നവർ കരമടിച്ച് അന്യഭാഷയിൽ ശക്തിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കേരളത്തിലെ പ്രധാന ടൗണുകളിൽ
വലിയ ഫ്ലെക്സുകളിലും വാൾ പോസ്റ്റുകളിലും എൻ്റെ പേരുകൾ കാണുമ്പോൾ, ഫോട്ടോകൾ കാണുമ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കും. ദൈവമേ, ഒരിക്കൽ ഞാൻ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് കരഞ്ഞവനാണ്. അവൻ നമ്മുടെ ഉഴൽച്ചകളെ എണ്ണുന്ന ദൈവമാണ്. 3.5 പതിറ്റാണ്ടത്തെ എൻ്റെ ജീവിതം വൻകൃപയുടെ തണലിൽ എന്നൊരു പുസ്തകം ഇന്നലെ എൻ്റെ ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ ഇത് ലഭിക്കും. ഞാൻ ആരംഭം അത് പറഞ്ഞ അവസാനം ഒരു ആത്മീയ അന്തരീക്ഷം നിൽക്കുക. മറ്റൊരു പുസ്തകവും ലഭിക്കും. ഒരു കാര്യം കൂടെ പറയാം. തൻ്റെ ഇടത്തോട് 3.5 പതിറ്റാണ്ടായി ആയിരക്കണക്കിന് വേദിയിൽ പറഞ്ഞത് ഒന്നുകൂടി പുസ്തകം ഉയർത്തി ഞാൻ പറയുന്നു. എൻ്റെ പ്രസംഗം എൻ്റെ ജീവിതമാണ്. എൻ്റെ ജീവിതം എൻ്റെ പ്രസംഗമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമയം ചുരുക്കം എനിക്കറിയാവുന്നതാണ് സ്പീഡിൽ വിടുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 1 മുതൽ 5 വരെയും 11-ാം വാക്യവും ഇപ്പോൾ ഈ ഉച്ചഭാഷയുടെ വായിച്ച് സഹായിക്കുന്നതാണ്. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയും 11-ാം വാക്യവും വേഗത്തിൽ വായിക്കാം. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തോടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്ന് എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുകരിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതെ ഇരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു. നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതിയുമിരിക്കുന്നു. ദൃഷ്ടാന്തമാർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്നു. നമുക്ക് ബുദ്ധിയുപദേശത്തിനായി ഇത് എഴുതിയിരിക്കുന്നു. ചർച്ച് ഇൻ ദ വിൽഡർനെസ്, മരുഭൂമിയിലെ സഭ എന്ന വിഷയമാണ് ഞാൻ പ്രസംഗിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. മരുഭൂമിയിലെ സഭ എന്ന പദം ആദ്യമായി യോഗിച്ചത് സ്തെഫനോസാണ്. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം 38-ാം വാക്യത്തിൽ മരുഭൂമിയിലെ സഭയിൽ നമ്മുടെ പിതാക്കന്മാരോട് കൂടെ ഇരുന്ന ദൈവം. പഴയ നിയമ ഇസ്രായേലും പുതിയ നിയമ ഇസ്രായേലും നമ്മളൊരു താരതമ്യമാണിത്. പഴയ നിയമ ഇസ്രായേൽ അവർ ഫറവോനെ അടിമകളായിരുന്നു. പുതിയ നിയമ ഇസ്രായേൽ നാം സാത്താനെ അടിമകളായിരുന്നു. ഫറവോൻ അടിമകളായിരുന്നവരുടെ അവസ്ഥ കഷ്ടത, ഞെരുക്കം, ഞരക്കം, നിലവിളി, സങ്കടം, അടിമപ്പണി, ജീവിതം കൈപ്പായ അവസ്ഥ. എന്നാൽ അവിടെ അവസ്ഥ കണ്ട് തമ്പുരാൻ അവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നു. വേദപുസ്തകം എഴുതിയിരിക്കുന്നത്, മിസ്രയീമിലുള്ള ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. അവരെ വിടുവിപ്പാനും പാലും തേനും ഒഴുകുന്ന കനാലിൽ അവർക്കൊരെ കൊണ്ടുപോകാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ദൈവം നമ്മുടെ കഷ്ടത കാണുന്നവനാണ്, നമ്മുടെ കണ്ണുനീർ കാണുന്നവനാണ്. കണ്ണുണ്ടെങ്കിൽ കാണാത്ത, ചെവിയുണ്ടെങ്കിൽ കേൾക്കാത്ത, വായുണ്ടെങ്കിൽ സംസാരിക്കാത്ത ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത്. നീ കരഞ്ഞാൽ ഇറങ്ങി വരുന്ന ദൈവത്തെയാണ്. തമ്പുരാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങി വന്നേക്കുക. ഞാൻ ഇറങ്ങി വന്നത് നിന്നെ വിടുവിച്ച് വഴിയിലിട്ടിട്ട് പോകാനല്ല, നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാനാണ്. അവർ ഗോഡ് ഈസ് ഓർഡർ ആൻഡ് ഫിനിഷർ. നമ്മുടെ ദൈവം പൂർത്തി വരുത്തുന്നവനാണ്. നീ തമ്പുരാനെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ പാതി വഴിയിൽ അവൻ ഇട്ടിട്ട് പോകുന്നവനല്ല, നീ ഏൽപ്പിച്ചത് അവൻ പൂർത്തീകരിക്കുന്നവനാണ്. നവോമി രൂത്തിനോട് പറഞ്ഞു, ഈ വിഷയത്തിൽ നീ മിണ്ടാതിരിക്കുക, ഈ കാര്യം തീർക്കും വരെ അവൻ അടങ്ങിയിരിക്കില്ല, ബോബസ് അടങ്ങിയിരിക്കില്ല. പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, നീ കർത്താവിനെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാതെ അവൻ അടങ്ങിയിരിക്കില്ല. വിശ്വാസമുണ്ട്, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോ. എല്ലാവരും കരമടിച്ച് അന്യഭാഷ ദൈവത്തെ ആരാധിച്ചോ. വലിയ സ്പാർക്കിംഗ് ഇവിടെ നടക്കുന്നുണ്ട്. കർത്താവിൻ്റെ കരം നമ്മെ തൊടുന്ന പകല. നിങ്ങളൊരു പ്രസംഗം കേൾക്കാനല്ല ഇവിടെ ഇരിക്കേണ്ടത്, ഒരു വിടുതൽ അനുഭവിപ്പാനിരിക്കുക. ദോഷ്ട പിശാച് തടഞ്ഞു വെച്ച നിന്റെ നന്മയുടെ ഉറവകൾ ഈ പകൽ കർത്താവ് തുറക്കുന്ന പകലായി മാറാൻ പോകുക. ഹല്ലേലൂയ. അപ്പോൾ പഴയ നിയമ ഇസ്രായേൽ ഫറവോൻ അടിമകൾ, പുതിയ നിയമ ഇസ്രായേൽ പിശാചിനടിമകൾ. നമ്മളുടെയും അവസ്ഥ കഷ്ടതയായിരുന്നു, ഞെരുക്കമായിരുന്നു. ഗതദേശത്തെ പൂതരസ്ഥൻ്റെ ഉപമയിലൂടെ, യെരൂശലേമിൽ നെരിഹുമിലേക്ക് പോയവൻ്റെ ഉപമയിലൂടെ ഒക്കെ, മുടിയംപുത്രൻ്റെ ഉപമയിലൂടെയൊക്കെ പാപത്തിനടിമയായ മനുഷ്യൻ്റെ അവസ്ഥ വിവരിക്കപ്പെടുന്നുണ്ട്. രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ടത്, സ്വർഗത്തിലെ ദൈവം ഇസ്രായേലിനെ വിടുവിപ്പാൻ പദ്ധതി തയ്യാറാക്കിയത് സ്വർഗത്തിലിരുന്നാണെങ്കിലും വിടുതൽ നടത്തിയെടുത്തത് സ്വർഗത്തിലിരുന്നല്ല, അവൻ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പുതിയ നിയമ ഇസ്രായേലാകുന്ന നമ്മെ രക്ഷിപ്പാൻ സ്വർഗം പദ്ധതി തയ്യാറാക്കിയത് സ്വർഗത്തിലിരുന്നാണെങ്കിലും പദ്ധതി നടത്തിയെടുത്തത് അവിടെ ഇരുന്നല്ല. ഹല്ലേലൂയ. ക്രിസ്തുവേശുള്ള ഭാവം നിങ്ങൾക്കുണ്ടാകട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു വിചാരിക്കാതെ തന്നെത്താൻ താഴ്ത്തി മനുഷ്യ സാദൃശ്യത്തിലായി അവൻ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആദ്യമായി ചന്ദ്രനിൽ യാത്ര നടത്തി. ചന്ദ്രനിൽ ജീപ്പ് ഓടിച്ച കേണൽ ജെയിംസ് ഇർവിൻ
മാരാമൻ കൺവെൻഷന് പ്രസംഗിക്കാൻ വന്നിട്ട് പറഞ്ഞു, മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയ വലിയ കാര്യമാണ്, അവിടെ ജീപ്പ് ഓടിച്ച വലിയ കാര്യമോ? എന്നാൽ അതിനേക്കാൾ വലിയൊരു കാര്യം ഇന്ന് 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നു. സ്വർഗാദി സ്വർഗങ്ങൾ കടക്കാൻ കഴിയാത്ത കോടാനുകോടി ദൂതന്മാരുടെ ആരാധ്യ വസ്തുവായവൻ സ്വർഗം മഹിമകൾ വിട്ട് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ഈ ഭൂവിൽ കാലുകുത്തി നിന്നത് 33.5 വർഷം ഇവിടെ നടന്നത് മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയതിനേക്കാളും വലിയ കാര്യമോ? സ്തോത്രം. എന്നെ അതിനേക്കാൾ ചിന്തിപ്പിക്കുന്നത്, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. കാറ്റുകളുടെ തേരിന്മേൽ നടക്കുന്നവൻ, കാറ്റുകളെ ശുശ്രൂഷകന്മാരാക്കുന്നവൻ, അഗ്നി ജ്വാലയെ ശുശ്രൂഷകനാക്കുന്നവൻ, അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിക്കുന്ന കോടാനുകോടി ആയിരങ്ങളുടെ ദൂതന്മാരുടെ ആരാധ്യ വസ്തുവായവൻ, സകലത്തെയും തൻ്റെ വ്യാപാര ശക്തിയിൽ വഹിക്കുന്നവൻ, വീണ്ടെടുക്കപ്പെട്ട തൻ്റെ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ, അവർ കൂടാരങ്ങളിൽ പാർത്തപ്പോൾ, നമ്മുടെ വാഴ്ത്തപ്പെട്ടവൻ അവരോടൊപ്പം വന്ന് മറ്റൊരു കൂടാരത്തിൽ കിടന്നു. നിങ്ങൾക്ക് സ്തോത്രം പറയാൻ കഴിയുമോ? ഈ രാവിലെ ദൈവത്തെ ആരാധിക്കും ദൈവമൈതലേ, നിന്റെ വീട് കൊട്ടാരമായാലും നിന്റെ വീട് കുടിലായാലും നിന്നോടൊപ്പം ഇറങ്ങി വന്ന് വസിക്കുന്ന ഒരു ദൈവത്തെയാ നീ സേവിക്കുന്നത്. ഒന്ന് നന്നായി ദൈവത്തെ ആരാധിച്ചോ ശക്തിയോടെ. ഒന്ന് ഫറവോനടിമകൾ, പുതിയ വിശ്വാസി സാത്താനടിമകൾ. 2 ദൈവം വിടുവിച്ചാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, നമ്മളെ രക്ഷിപ്പാൻ കർത്താവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. 3 പഴയ നിയമ ഇസ്രായേലിൽ ദൈവം നിരവധി അത്ഭുതങ്ങൾ ചെയ്തു. വെള്ളം രക്തമായി തീർന്നു, നായീച്ച പെരുകി, കടിഞ്ഞൂൽ സംഹാരം, ഒത്തിരി അത്ഭുതങ്ങൾ ദൈവം മിസ്രൈമിൽ നടത്തി. എന്നാൽ ജനത്തെ രക്ഷിച്ചത് തമ്പുരാൻ ചെയ്ത അത്ഭുതമല്ലായിരുന്നു, പെസഹ കുഞ്ഞാടിൻ്റെ ചോരയായിരുന്നു. പുതിയ നിയമത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നിരവധി അത്ഭുതങ്ങൾ ചെയ്തു. എന്നാൽ നമ്മെ രക്ഷിച്ചത് അത്ഭുതമല്ല, കർത്താവിൻ്റെ കാൽവറി ചൊരിഞ്ഞ രക്തമാത്രേ. കർത്തൃമേശ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ നമ്മളൊക്കെ ധ്യാനിക്കുകയായിരുന്നു. 1 പത്രോസ് 1:18 പത്രോസ്ലീഗ പറഞ്ഞു, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയത് പൊന്നെ വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെ ക്രിസ്തുയേശു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ കൈയുയർത്തിയപ്പടി കുഞ്ഞാടിൻ്റെ പറ, കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. അതിനെത്ര നീട്ടുകൊടുത്താലും പോരാ. ഞാൻ കൂടെ പറയാറുണ്ട്, ഈ ലോകത്തിലെ സകല സ്വർണവും, ഈ ലോകത്തിലെ സകല വെള്ളിയും, ഈ ലോകത്തിലെ സകല പൗണ്ടും, ഈ ലോകത്തിലെ സകല ദിനാറും, ഈ ലോകത്തിലെ സകല റുപ്പയും, ഈ സകല ഡോളറും ഒരു ത്രാസിൻ്റെ ഒരു തട്ടിൽ വെച്ചിട്ട് മറുതട്ടിൽ നമ്മുടെ പ്രാണപ്രിയന്റെ, നമ്മുടെ വീണ്ടെടുപ്പുകാരന്റെ രക്തത്തിന്റെ ഒരു തുള്ളി വെച്ചാൽ ആ തട്ടിനായിരിക്കും ഭാരം കൂടുതൽ. നിങ്ങൾക്കറിയാമോ സുഹൃത്തുക്കളെ, ഈ പ്രപഞ്ചം ഉണ്ടാക്കാൻ അവന് ചെലവായത് കേവലം വാക്കുകളാണ്. ഉണ്ടാകട്ടെ എന്നവൻ പറഞ്ഞപ്പോൾ യൂണിവേഴ്സിലെ സ്ഥലം ഉണ്ടായി വന്നു. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അനന്തവിഹായസിൽ പറക്കുന്ന സ്ഥലം ഉണ്ടായി വന്നു. ഉണ്ടാകട്ടെ എന്നവൻ പറഞ്ഞപ്പോൾ ആഴിക്കടിയിലൂടെ ഊളിയിട്ട് പോകുന്ന സ്ഥലം ഉണ്ടായി വന്നു. ഉണ്ടാകട്ടെ എന്നവൻ പറഞ്ഞപ്പോൾ സകല പൂജര ജന്തുക്കളും ഉണ്ടായി വന്നു. എന്നാൽ നഷ്ടപ്പെട്ട മനുഷ്യ, നിന്നെ വീണ്ടെടുക്കാൻ സ്വർഗത്തിന് ചെലവായത് കേവലം വാക്കുകളല്ല, തന്റെ പുത്രന്റെ ചോരയായിരുന്നു. കുരുടന് കാഴ്ച കൊടുക്കാൻ അവന് വാക്കുമതിയായിരുന്നു, ചെകിടന് കേൾവി കൊടുക്കാൻ വാക്കുമതിയായിരുന്നു, മുടന്തനെ എഴുന്നേൽപ്പിക്കാൻ വാക്കുമതിയായിരുന്നു, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കാൻ നോട്ടം മതിയായിരുന്നു, മരിച്ചവനെ ഉയർപ്പിക്കാൻ ഒരൊറ്റ വാക്കുമതിയായിരുന്നു. എന്നാൽ നിന്നെ വീണ്ടെടുക്കാൻ അവന് ചെലവായത് അവസാനത്തുള്ളി രക്തമത്രേ. ജോസേ പാസ്റ്ററെ, ഞാൻ വിളിക്കുന്നത് വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ, വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ, വിണ്ഡൂതർക്കും പാടാൻ അസാധ്യമേയാതെ, വിണ്ഡൂതർക്കും പാടാൻ അസാധ്യമേയാതെ, കാൽവരി ഗിരിയിൽ കൈയടിച്ചേ, കാൽവരി ഗിരിയിൽ കുഞ്ഞാടാം പ്രിയൻ ഏകാമൻ ഗാനാമേ
കുഞ്ഞാടാം. യെസ്, ഒരു മിനിറ്റ് നിങ്ങൾ പ്രിപ്പയർ ആയി വരാം. പാട്ടൊക്കെ നോക്കിയെടുത്തു. 147 സങ്കീർത്തനം പറയുന്നു, 46, പർവ്വതവനെ സ്തുതിക്കട്ടെ, ഹിമാവനെ സ്തുതിക്കട്ടെ, ആവി അവനെ സ്തുതിക്കട്ടെ, സൂര്യചന്ദ്രന്മാരവനെ സ്തുതിക്കട്ടെ. എന്തുകൊണ്ട് സ്തുതിക്കണം? അവൻ കൽപ്പിച്ചിട്ടവൻ നിർമ്മിക്കപ്പെട്ടിരിക്കയാൽ അവയെല്ലാം അവനെ സ്തുതിക്കട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ ദൂതന്മാരുടെ ആരാധന കാണുന്നു. അവർ ആരാധിക്കുന്നു വിശ്രമമില്ലാതെ. എന്താ അവർ പറയുന്നത് അറിയാമോ? കർത്താവേ, നീ സകലവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായി സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ സ്തുതിയും സ്തോത്രവും ബഹുമാനവും കൈക്കൊള്ളുവാൻ നീ യോഗ്യൻ. പ്രപഞ്ചം അവനെ സ്തുതിക്കുന്ന ഒരൊറ്റ കാരണം, അവൻ പറഞ്ഞിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടു. ദൂതന്മാർ അവനെ സ്തുതിക്കുന്ന ഒരൊറ്റ കാരണം, അവൻ കൽപ്പിച്ചിട്ട് അവ സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ ഈ ഗ്രൗണ്ടിൽ വന്ന വീണ്ടെടുക്കപ്പെട്ട ജനവനെ ആരാധിപ്പാൻ 1000 കാരണമുണ്ട്. 103 സങ്കീർത്തനം പറയുന്നു, അവൻ നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കി, അവൻ നിന്റെ പ്രാണനെ വീണ്ടെടുത്തു, അവൻ ദയയും കരുണയും നിന്നെ അണിയിച്ചു. നിന്റെ നാവിന് വായിക്കവൻ നന്മ കൊണ്ട് തൃപ്തി വരുത്തി. ഹല്ലേലൂയ. അതിനേക്കാളൊക്കെ വലിയൊരു പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ പേരാണ് വീണ്ടെടുപ്പിൻ്റെ ഗാനം. മനസ്സിലായെങ്കിൽ കൈ ഉയർത്തി സ്തോത്രം പറയാം. ഗബ്രിയേൽ ഇവിടെ വന്നാൽ അവർക്ക് പാടാൻ ഒരു പാട്ടേ ഉള്ളൂ. മീഖായേൽ ഇവിടെ വന്നാൽ പാടാൻ ഒരു പാട്ടേ ഉള്ളൂ. ഏത് ശ്രേഷ്ഠ ദൂതനും നമ്മുടെ കൺവെൻഷന് വന്നാൽ പാടാൻ ഒറ്റ പാട്ട്, സൃഷ്ടിപ്പിൻ ഗാനം. യേശുവിൻ്റെ രോഗം സൗഖ്യമാക്കിയെന്നോ, യേശുവിൻ്റെ പ്രാണനെ വീണ്ടെടുത്തെന്നോ, അപകടത്തിൽ നിന്ന് വിടുവിപ്പോന്നോ പാടാൻ അവർക്ക് കഴിയില്ല. അത് പാടാൻ കഴിവുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ വലിയൊരു പാട്ടുണ്ട്. 1, അവൻ നമ്മെ നിർമ്മിച്ചു. 2, അവൻ്റെ ചങ്കിലെ ചോരയാൽ നമ്മെ വിലയ്ക്ക് വാങ്ങി. ഈ പാട്ടിലെ ഒരു സ്റ്റാൻസ ഞാൻ പറയാം. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, പറയാനേ അറിയൂ. ഞാനത് എവിടെ ആൾക്കൂട്ടം നടുവിൽ പാടിയാൽ എൻ്റെ ചങ്ക് പൊടിയും, എൻ്റെ കണ്ണ് നിറയും. എന്താണെന്നറിയാം പാട്ട്? കർത്താവാം കുഞ്ഞാട്ടി കല്യാണ നാളതി, കർത്താവാം കുഞ്ഞാട്ടി കല്യാണ നാളതി, കാന്തയായി താൻ മുൻപിൽ എന്നെയും നിർത്തുവാൻ, കാന്തയായി താൻ മുൻപിൽ എന്നെയും നിർത്തുവാൻ. ഘോരാമാം പാടുകൾ ക്രൂരരാം യൂദർ, ഘോരാമാം പാടുകൾ ക്രൂരരാം യൂദർ, കാരണമില്ലാതെ സഹിച്ച സ്നേഹമേ, എന്താ പാടിയത്? കാരണമില്ലാതെ, കാരണമില്ലാതെ സഹിച്ച സ്നേഹമേ. പൗലോസിനെ തല്ലിയപ്പം പൗലോസ് ചോദിച്ചു, നീ എന്നെ തല്ലുന്ന എന്തിനാ? വെള്ള തേച്ച ചുവരെ നിന്നെ ദൈവം അടിക്കും. എൻ്റെ കർത്താവിൻ്റെ കണ്ണ് കെട്ടി തല്ലിയപ്പോൾ അവൻ ചോദിച്ചു, നീ എന്നെ അടിക്കുന്നത് എന്ത്? അന്യായമായി വല്ലതും പറഞ്ഞെങ്കിൽ തെളിവ് കൊടുക്കുക. ഇവിടെ നമ്മുടെ കർത്താവിനെ തുപ്പിയതിനെക്കുറിച്ചും അവൻ്റെ വസ്ത്രം ഉരിച്ചതിനെക്കുറിച്ചും ഒക്കെ കേട്ടപ്പോൾ ഞാൻ അനേക വേദി ഇത് പ്രസംഗിക്കാറുണ്ട്. നമ്മുടെ കർത്താവ് യോബിൽ അനേക അപമാനങ്ങൾ സഹിച്ചു. ഏറ്റവും വലിയ അപമാനം അവൻ ജനിച്ചപ്പോൾ മുതൽ കേട്ട ഒന്നാ. അതെന്താണെന്നറിയാമോ? മറിയുടെ മകൻ. മറിയുടെ മകൻ മറിയുടെ മകൻ മറിയുടെ മകൻ എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം അപ്പനാരെന്നറിയാത്തവനെന്നാ. 30 വർഷം എൻ്റെ കർത്താവ് സഹിച്ചു. 30ാമത്തെ വയസ്സിൽ യോഹന്നാനാൽ സ്നാനമേൽക്കാൻ അവൻ യോർദാനിൽ ഇറങ്ങി നിൽക്കുമ്പോൾ സ്വർഗം തുറന്നു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ. ഇവൻ യോസഫിന്റെ മകനല്ല, ഇവൻ മറിയയുടെ മകനല്ല, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. എല്ലാവരും ഒന്ന് കൈയടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചേ. വചനത്തിന്റെ ഉള്ളിലോട്ട് ഇന്ന് രാത്രി കയറണം. 30 വർഷം എൻ്റെ കർത്താവ് സഹിച്ചതിന്, 30 വർഷം കർത്താവ് സഹിച്ചതിന് 30 സെക്കൻഡ് കൊണ്ട് സ്വർഗം മറുപടി നൽകി. പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, നീ 15 വർഷമായി പ്രാർത്ഥിക്കുന്നതിന്, നീ 12 വർഷമായി പ്രാർത്ഥിക്കുന്നതിന്, നീ 8 മാസമായി പ്രാർത്ഥിക്കുന്നതിന് മറുപടി തരാൻ ദൈവത്തിന് 8 ദിവസം വേണ്ട, 8 സെക്കൻഡ് കൊണ്ട് മറുപടി തരും. എല്ലാവരും കൈയടിച്ച ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. 12 വർഷത്തെ രക്തസ്രാവക്കാരിയെ 12 മിനിറ്റ് എടുത്തില്ല കർത്താവ് സൗഖ്യമാക്കാൻ. 18 വർഷത്തെ കൂനിയെ സൗഖ്യമാക്കാൻ കർത്താവ് 18 മിനിറ്റ് എടുത്തില്ലെങ്കിൽ ഈ പകൽ ഇവിടെ വിടുതലാണെന്ന് വിശ്വസിക്കുന്നവർ ശക്തിയോടെ ആരാധിക്കട്ടെ. ദൈവദാസന്മാർ ഉൾപ്പെടെ കയ്യൊന്ന് അടിച്ച് ദൈവത്തെ ആരാധിക്കേ. Hallelujah.
കർത്താവ് സഹിച്ച രണ്ടാമത്തെ അപമാനം അവനെ ക്രൂശിക്കാൻ കൊണ്ടായപ്പോൾ അവന്റെ വസ്ത്രം മുഴുവൻ ഉരിഞ്ഞു മാറ്റി. ജനക്കൂട്ടത്തിന്റെ മധ്യേ വിവസ്ത്രയാക്കപ്പെടുക അതിനേക്കാൾ വലിയ അപമാനമില്ല. ഏദൻ പൂങ്കാവനത്തിൽ മനുഷ്യവർഗം നഷ്ടപ്പെടുത്തിയ തേജസ്സിന്റെ വസ്ത്രം തിരികെ നൽകുവാൻ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവറി വിവസ്ത്രനായി. വല്ലതും മനസ്സിലായോ? കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഇത് കയറണം. യേശു ക്രിസ്തുവിന്റെ കാൽവറി ബലിയാണ് നമ്മളെ സ്വതന്ത്രരാക്കുന്നത്. ആ രണ്ട് സമയമില്ല എനിക്കറിയാമെങ്കിലും ഇപ്പം പാട്ടൊക്കെ എടുത്തോ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, കൈയടിച്ചേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. എത്രയാഴമേ യേശുവിൻ സ്നേഹമേ, എത്രയാഴമേ യേശുവിൻ സ്നേഹമേ, ആയതിൻ ധ്യാനമൻ ജീവിത ഭാഗ്യമേ, ആയതിൻ ധ്യാനമൻ ജീവിത ഭാഗ്യമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ലോകസ്ഥാപനമോ എന്നെയും കണ്ടല്ലോ, തൻ ജീവനെ തന്നല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വീളിയായി, എത്രയോ ശ്രേഷ്ഠമാം സ്വർഗീയ വീളിയായി, എന്നെയും യോഗ്യനായി എണ്ണീയ സ്നേഹമേ, എന്നെയും യോഗ്യനായി എണ്ണീയ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. ഒന്നോടെ കൈ ഉയർത്തി വാതുറന്ന് ശക്തിയോടെ സ്തോത്രം പറഞ്ഞു. ഈ പാട്ടങ്ങ് പാടി പോയാൽ തന്നെ എനിക്കിഷ്ടമാണ്, പ്രസംഗിക്കണമല്ലോ. എന്താ പേടിയത്? ലോകസ്ഥാപനം മുമ്പ് എന്നെ കണ്ടു. നീ ഇവിടെ വലിഞ്ഞു കയറി വന്നവനല്ല, നീ ഇവിടെ വലിഞ്ഞു കയറി വന്നവനല്ല. നിന്നെ വിളിച്ചതൊരു നേതാവല്ല, സ്വർഗത്തിലെ അപ്പച്ചനാ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദര സ്വരൂപന് അൺകണ്ടീഷണൽ എലക്ഷൻ, ഒരു വ്യവസ്ഥയില്ലാതൊരു തെരഞ്ഞെടുപ്പ്. ലോകത്തിലെ ഏത് ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ തേടി പോകുമ്പം കണ്ടീഷൻ വെക്കും, വ്യവസ്ഥ പറയും. എന്നാൽ നിന്നെ തമ്പുരാൻ തെരഞ്ഞെടുത്തത് നോ കണ്ടീഷൻ. സൗന്ദര്യം നോക്കിയോ അച്ഛാ? ആരോഗ്യം നോക്കിയോ? പണം നോക്കിയോ? അതുകൊണ്ടാണ് ഇവിടെ കിടന്ന് ചാടുന്നേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വാളകൻ ഡിസ്ട്രിക്റ്റിൽ ദൈവത്തെ ആരാധിക്കും ദൈവം ഇതിലേ നിന്നെ ഈ കൂട്ടായ്മയിൽ നിർത്തേണ്ടത് പാസ്റ്ററുടെ സ്നേഹമല്ല, സഹവിശ്വാസിയുടെ സ്നേഹമല്ല, യേശുവിൻ്റെ സ്നേഹമായിരിക്കണം. നമ്മളിവിടെ നിർത്തേണ്ടത് ഇവരുടെ ആളുടെ സ്നേഹമല്ല, യേശുവിൻ്റെ സ്നേഹം. ഈ മുടിയംപുത്രൻ പോയി മുടിച്ചു വാരി വന്നപ്പോഴേ അപ്പൻ അവനെ സ്വീകരിച്ചു, കെട്ടിപ്പിടിച്ചു, ഉമ്മ കൊടുത്തു, ചുംബിച്ചു. പക്ഷേ ജ്യേഷ്ഠൻ പിറുപിറുത്തു. അവൻ പറയാൻ തുടങ്ങി ഒരനുജനോട് ചേട്ടൻ പറയാത്ത വാക്ക്, ഒരപ്പനോട് മോൻ പറയാൻ പാടില്ലാത്ത വാക്ക്. എന്താ പറഞ്ഞത്? നിന്റെ ഈ മകൻ വേശ്യയുടെ കൂടെ കിടന്നവൻ എന്നൊക്കെ പറഞ്ഞു. അവനെ ദൂഷിച്ചു. ഇനി നിങ്ങൾ ചിന്തിച്ചേ, ഈ ഇളയ ചെറുക്കൻ ഈ വീട്ടിൽ താമസിക്കുന്നിടത്തോളം മൂത്തവൻ ഇവനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പറദേവദാസന്മാരെ ദുഷിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അനിയൻ കൊച്ചൻ പറയുന്നൊരു പദം കേൾക്കണോ? ഇങ്ങോട്ട് നോക്കിയേ. അവൻ പറയും, നീ എന്നെ എന്തെല്ലാം ആക്ഷേപിച്ചാലും, നീ എന്നെ എന്തെല്ലാം ദൂഷിച്ചാലും, ഇനിയും ഞാൻ ഈ വീട് വിട്ടു പോകത്തില്ല. കാരണം ഇതുപോലൊരു അപ്പനെങ്ങുമില്ല. ഒന്ന് കൈയടിച്ച് ആത്മാവിൽ ആരാധിച്ചേ. ഓഹോ ഷമ റക്കോനി ഹംതൂറിയാബ ഉടമ റക്കോനി. ഇതുപോലൊരു അപ്പനെങ്ങുമില്ല കുഞ്ഞെ, ഇതുപോലെ സ്നേഹിക്കാൻ കൊള്ളാവുന്നൊരു അപ്പനെങ്ങുമില്ല. ഞാനിതിനകത്ത് ജനിച്ചു വളർന്നവനായി പെന്തക്കോസി, ഒന്നുകൂടെ പറഞ്ഞ IPC. ഇതിനകത്ത് ഒറ്റിക്കൊടുക്കുന്നവനുണ്ട്.
കാല് വാരുന്നവനുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. തള്ളിപ്പറയുന്നവനുണ്ട്, അപമാനിക്കാൻ ശ്രമിക്കുന്നവനുണ്ട്, തകർക്കാൻ നോക്കുന്നവനുണ്ട്. പക്ഷെ ഇത് വിട്ടുപോകാത്തത് ഇതുപോലെ അപ്പനെങ്ങുമില്ല. ദൈവദാസന്മാരല്ലോ ഒന്ന് കൈയടിച്ച് ആത്മാവിൽ ആരാധിച്ചോണ്ട് പറ, ഞങ്ങൾ ഇവിടെ നിൽക്കാൻ കാരണം പ്രസ്ഥാനത്തിന്റെ വലിപ്പം കണ്ടല്ല, ഇതുപോലെ അപ്പനില്ല. അതുകൊണ്ട് അവിടെ നിൽക്കുന്നേ. നീ ഇവിടെ നിൽക്കേണ്ടത് ഈ അപ്പനെ നോക്കിയായിരിക്കണം. സന്തോഷമുണ്ടോ സ്തോത്രം പറയാൻ? എനിക്ക് സമയത്തെ പേടിയുണ്ട് എനിക്ക്, അതുകൊണ്ട് ഞാൻ ഓടിച്ചു വിടട്ടെ. അപ്പോൾ അത്ഭുതമല്ല രക്ഷിച്ചത് യേശുവിൻ്റെ രക്തമായിരുന്നു. നാലാമത്തെ കാര്യം, ഇസ്രായേൽ മക്കൾ മിസ്രയീം വിട്ടെങ്കിലും അത്ഭുതം തീർന്നില്ല, അത്ഭുതം തുടർന്നുകൊണ്ടേയിരുന്നു. ഇസ്രായേൽ മക്കൾ കനാനിൽ ചെല്ലും വരെയും ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തു. സ്തോത്രം, 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 സ്തോത്രം. അത്ഭുതം അവസാനിക്കുന്നില്ല. നമ്മൾ നിത്യ വീട്ടിൽ ചെല്ലും വരെയും ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ചെല്ലു പറഞ്ഞ അത്ഭുതം തീർന്നു, ചെല്ലു പറഞ്ഞ അന്യഭാഷ തീർന്നു, ചെല്ലു പറഞ്ഞ അടയാളം തീർന്നു. ഉള്ള വിശ്വാസത്തോടെ കളയല്ലേ. പണ്ട് ആചാര്യദേശി പറഞ്ഞ പോലെ ആചാര്യദേശി പറഞ്ഞ അത്ഭുതം നിന്നേ നിനക്കും നിൻ്റെ പെണ്ണും പിള്ളയ്ക്കോ, എനിക്കും എൻ്റെ പിള്ളേർക്ക് അത്ഭുതം നിന്നിട്ടില്ലെന്ന്. അവിടെ എത്തും വരെയും ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഈ നമ്മളുടെ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ദൃശ്യവിടുതലിനേക്കാൾ വലുതാണ് അദൃശ്യ വിടുതലുകൾ. ക്യാൻസർ സൗഖ്യമായി ഒരാൾ സഭായോഗത്തിന് വരുമ്പോൾ അന്ന് വലിയ ഉണർവാണ്. ഹാർട്ട് അറ്റാക്കിൽ നിന്ന് വിടുവിക്കപ്പെട്ടാൽ വലിയ വലിയ വിടുതലാണ്, ഒരു ആരാധനയാണ്. ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നാൽ വലിയ ആരാധനയാണ്. പക്ഷെ നീ അറിയുന്നുണ്ടോ, ഈ ദൃശ്യ വിടുതലിനേക്കാൾ എത്രയോ അദൃശ്യ വിടുതലുകൾ. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അറിയുന്ന ദൈവം എവിടുന്നല്ല നമ്മളെ പൊക്കിയെടുത്ത് മാറ്റിയെന്ന്. സന്തോഷത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച്. നൂറ്റി 16 സങ്കീർത്തനം പറയുന്നു, മരണഭാഷകൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ വളഞ്ഞു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ ഹോവേ എന്ന് ഞാൻ നിലവിളിച്ചു. അതിൻ്റെ ശരി ഭാഷാന്തരം അറിഞ്ഞാൽ നമ്മളിവിടെ അടങ്ങിയിരിക്കില്ല. അതിൻ്റെ ശരി ഭാഷാന്തരം ഇങ്ങനെയാണ്: ദൈവമേ, എൻ്റെ വഴിയാത്രകളിൽ എന്നെ കുടുക്കിലാക്കുവാൻ, എന്നെ കണിയിലാക്കുവാൻ മരണം കണിയൊരുക്കി, മരണം കുടുക്കൊരുക്കി എന്നെ കാത്തിരുന്നിരുന്നു. എന്നാൽ നീയോ യഹോവേ മരണഭാഷങ്ങളെ വെട്ടിമാറ്റി, മരണഭാഷങ്ങളെ വെട്ടിമാറ്റി, മരണഭാഷങ്ങളെ വെട്ടിമാറ്റി നീ എന്നെ വിടുവിച്ചതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. കൈകളടി അന്യഭാഷ ദൈവത്തെ സ്തുതിക്ക്. 2023 ദിനങ്ങളിൽ റോഡ് ആക്സിഡന്റിൽ നിന്നെ മാറ്റപ്പെടുത്തുവാൻ, നിന്റെ കൈകാലുകളെ ഒടിച്ചു കളയുവാൻ, വഴിയാത്രയിൽ നിന്നെ തകർത്ത് കളയാൻ, റോഡിൽ നിന്നെ ചതച്ചരച്ച് കളയുവാൻ ദുഷ്ടപിശാച് കണിയൊരുക്കി കാത്തിരുന്നെങ്കിലും യഹോവയുടെ കരം നീ അറിയാതെ, നിന്റെ കുഞ്ഞറിയാതെ, നിന്റെ പ്രിയപ്പെട്ടവനറിയാതെ നിന്നെ എടുത്തു മാറ്റി. എത്ര പേർക്ക് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ കഴിയും? ഞാൻ ഈ ചെറുപ്പക്കാരോട് പ്രസംഗിക്കും പറയും, കുഞ്ഞേ, നീ എന്നെ വഴിയിൽ തീരേണ്ടതാ. നിന്നെ വഴിയിൽ തകർക്കാൻ പിശാച് പദ്ധതി ഇട്ടപ്പോഴും ഒരു കരം നിന്നെ പൊക്കിയെടുത്തു മാറ്റി. കാരണം ആരോ നിനക്ക് വേണ്ടി കരയുന്നുണ്ട്. ഒരു വീട്ടിൽ ഒരാൾ കരയാനുണ്ടെങ്കിൽ ആ വ്യക്തി ഓർത്ത കുടുംബത്തിൻ്റെ ന്യായവിധി ദൈവം താമസിപ്പിക്കും. ഒരു സഭയിൽ ഒരു കുടുംബം കരയാനുണ്ടെങ്കിൽ ആ കുടുംബത്തെ ഓർത്ത സഭയുടെ ന്യായവിധി ദൈവം താമസിപ്പിക്കും. ഒരു ദേശത്ത് 10 ദൈവമക്കൾ കരയാനുണ്ടെങ്കിൽ അവരെ ഓർത്ത് ദേശത്തിൻ്റെ ന്യായവിധി ദൈവം താമസിപ്പിക്കും. വർഷം മുഴുവൻ നിന്ന് വെള്ളവും വളവും വലിച്ചു കുടിച്ചിട്ടും ഫലം നൽകാത്ത വൃക്ഷത്തെ വെട്ടിക്കളയുവാൻ തോട്ടം ഉടമസ്ഥൻ ഓർഡർ ഇട്ടു. അപ്പോൾ തോട്ടം സൂക്ഷിപ്പുകാരൻ നെടുമ്പാട് വീണു. അയാൾ പറഞ്ഞു, 1 വർഷം നിൽക്കട്ടെ, ഫലം നൽകില്ലെങ്കിൽ വെട്ടിക്കളയാം. ആ തോട്ടം സൂക്ഷിപ്പുകാരൻ്റെ മധ്യസ്ഥതയാൽ വൃക്ഷത്തിന് 1 വർഷം ആയുസ് നീട്ടി കിട്ടി. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? കരയാൻ ആളുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ ആളുണ്ടെങ്കിൽ ന്യായവിധി താമസിപ്പിക്കപ്പെടും. ചെറുപ്പക്കാരാ, പാപം ചെയ്യുന്ന ജീവിതമേ, നീ തകരാതിരിക്കുന്നത് ആരോ നിനക്ക് വേണ്ടി കരയുന്നു. ഒന്നുകിൽ നിന്റെ അപ്പൻ്റെ കണ്ണുനീർ, അല്ല നിന്റെ അമ്മയുടെ കണ്ണുനീർ, അല്ല നിന്റെ സഭയുടെ പാസ്റ്ററുടെ കണ്ണുനീർ. എല്ലാവരും ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാടും പകൽ. ഹല്ലേലൂയ. എനിക്ക് പ്രസംഗപീഠത്തിൽ വല്ല ഇഷ്ടമാണ്
നല്ലൊരു ഉച്ചഭാഷണിയും നല്ല ചൂടുവെള്ളവും, ഇത് രണ്ടും ദൈവകൃപയാ ദൈവദാസന്മാർ എനിക്ക് തന്നു. താങ്ക് യു. പക്ഷേ ഈ തിളച്ച ചൂടുവെള്ളം ഈ മനോഹര ഗ്ലാസ്സിൽ ഇവിടെ വന്നപ്പോൾ, ഇവിടെ ഏതോ ഒരു ദൈവദാസന്റെ പാഴ്സനേജിൽ ഒരു പാത്രം തീക്കായി ഏൽപ്പിക്കപ്പെട്ടു. അടിയിൽ തീ കത്തുമ്പോഴും അകത്ത് വെള്ളം തിളച്ചു മറിയുമ്പോഴും തീയേൽക്കുമ്പോഴും പുകയേൽക്കുമ്പോഴും ആ പാത്രം നിശബ്ദമായത് സഹിച്ചു. ആ പാത്രത്തിന് ഇവിടെ വരാൻ യോഗ്യതയില്ലെങ്കിലും ഈ പാത്രം ഇവിടെ വരാൻ യോഗ്യത നേടിയത് ഒരു പാത്രം തീക്കായി ഏൽപ്പിക്കപ്പെട്ടത് കൊണ്ടാണ്. കരയുന്ന മാതാവേ, പ്രാർത്ഥിക്കുന്ന പിതാവേ, കർത്താവിൻ്റെ ദാസന്മാരുടെ സഹധർമ്മിമാരെ, ദൈവത്തിൻ്റെ ദാസന്മാരെ, നിങ്ങളെ ആരും കാണുന്നില്ലെങ്കിലും, കരയുന്ന നിന്നെ ആരും കാണുന്നില്ലെങ്കിലും അനേകമാന പാത്രങ്ങൾ നീ നിമിത്തം ദൈവത്തിൽ കാഴ്ചവെക്കപ്പെടുന്നുണ്ട്. ശക്തിയോടെ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഒന്നുകൂടെ കൈകൾ അടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്കാം ശക്തിയോടെ. കണ്ണുനീര് ആയുസ് ദീർഘമാക്കും. പിന്നെ ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ കേടയ്ക്ക് എല്ലാം പറയാൻ നേരമില്ലല്ലോ. നമ്മുടെ ശുശ്രൂഷ തീരാതെ നമ്മളെ ദൈവം കൊണ്ടുപോകത്തില്ല, അത് ഉറച്ചോണം. എത്ര കഷ്ടങ്ങൾ വന്നാലും എത്ര പ്രതിസന്ധി വന്നാലും നിന്നെ കൊണ്ട് ദൈവം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് തികയ്ക്കാതെ ദൈവം കൊണ്ടുപോകത്തില്ല. അതിന് തെളിവാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന 2021 ജനുവരി മാസം 24-ാം തീയതി 23-ാം തീയതി 4 യോഗങ്ങളിൽ ഞാൻ ഓൺലൈനായി 4 രാജ്യങ്ങളിൽ പ്രസംഗിച്ചു. 23-ാം തീയതി 1.5 മണിക്കൂർ ഞാൻ ദൈവവചനം പ്രസംഗിച്ച് ഞാൻ തന്നെ കാർ ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് കയറി. ഒരു ചെറിയ അസ്വസ്ഥത തോന്നിയതാ. പെട്ടെന്നൊരിടത്ത് ഒരു ഹോസ്പിറ്റലിൽ മറ്റൊരു ഹോസ്പിറ്റലിൽ അവസാനം ഡോക്ടർമാർ പറഞ്ഞു എൻ്റെ ഹൃദയസ്പന്ദനം നിലയ്ക്കാൻ പോവാ. നിങ്ങളുൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ എന്നെ അറിയാവുന്നവരെല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എനിക്കറിയാം. ഈ ദൈവദാസന്മാർ പലർ പ്രാർത്ഥിച്ചു. പക്ഷേ സ്വർഗത്തിലെ ദൈവം തൻ്റെ ഡയറിയിൽ എഴുതി, ഗ്രാൻഡ് ഡയറിയിൽ എഴുതി വെച്ചിരുന്നു, 2023 അല്ല നിൻ്റെ അവസാനം, 2024 ജനുവരി മാസം 7-ാം തീയതി വാളകം ഡിസ്ട്രിക്ട് കൺവെൻഷൻ്റെ സ്റ്റേജിൽ ഭീമോനച്ച നീ നിൽക്കണമെന്ന് തമ്പുരാൻ എഴുതി വെച്ചിരുന്നു. ഇന്ന് രാവിലെ ഒന്നുകൂടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ വിളിച്ചു പറയാം, പിശാചിൻ്റെ പദ്ധതിയല്ല നിന്നിൽ നിറവേറുന്നത്, ദൈവത്തിൻ്റെ പദ്ധതി നിന്നിൽ നിറവേറും. കൈ ഉയർത്തിപ്പിടിച്ച് വാ തുറന്ന് പിശാചികൾക്ക് പറ, ദുഷ്ട പിശാചേ, നിന്റെ പദ്ധതിയല്ല, നിന്റെ പ്ലാനല്ല എന്റെ കുടുംബത്തിൽ നിറവേറുന്നത്, ദൈവത്തിന്റെ പദ്ധതിയാ. കരമടിച്ച് അന്യഭാഷേ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, ദുഷ്ട പിശാചേ, നിന്റെ പദ്ധതിയല്ല, എന്റെ ദൈവത്തിന്റെ പദ്ധതി, എന്റെ ദൈവത്തിന്റെ പ്ലാൻ എന്റെ മേൽ, എന്റെ കുടുംബത്തിന്മേൽ, എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ നിറവേറും. എല്ലാവരും 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 ശക്തിയോടെ ദൈവത്തെ ആരാധിച്ച വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞു. അത്ഭുതം അവസാനിക്കുന്നില്ല. 5-4 അവർ ചെങ്കടൽ കടന്നവരായിരുന്നു. നിങ്ങൾക്കറിയാമെന്ന് വിവരിക്കുന്നില്ല. 4 പറഞ്ഞ അത്ഭുതം അവസാനിക്കുന്നില്ല. 5 അവർ ചെങ്കടൽ കടന്നവരായിരുന്നു. 6 പാസ്റ്റർ ആരാ വായിക്കുന്നേ? 40 പുറപ്പാട് പുസ്തകം 40-ന്റെ 36-38 വാക്യം വായിച്ചു. അവർ മേഘസ്തംഭത്തിലും ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനിവാസത്തിന്മേൽ നിന്ന് ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. മേഘം ഉയരാതിരുന്നാൽ അത് ഉയരും നാൾ വരെ അവർ യാത്ര പുറപ്പെടാതെയിരിക്കും. ഇസ്രായേലിയരുടെ സകല പ്രയാണങ്ങളിലും അവരെല്ലാവരും കാണുക പകൽ സമയത്ത് തിരുനിവാസത്തിന്റെ മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് അതിൽ അഗ്നിയും ഉണ്ടായിരുന്നു. അപ്പം ഈ ഇസ്രായേൽ മക്കൾ മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും വഴി നടത്തപ്പെട്ടവരായിരുന്നു. നമ്മൾ വായിച്ചത് അങ്ങനെയാണ്. അവർ എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. ഇസ്രായേൽ മക്കൾ എവിടെ പാളയമടിക്കണമെന്നും എപ്പോൾ യാത്ര ആരംഭിക്കണമെന്നും തീരുമാനിച്ചത് അവരോടുള്ള മേഘമായിരുന്നു. പുതിയ നിയമസഭ നടത്തപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയിലാണ്. അപ്പോസ്തലപ്രവൃത്തി 9-31 പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയിൽ നടന്ന സഭ പെരുകി. സഭയെ ഭരിക്കേണ്ടത് കാശുള്ള കമ്മിറ്റിക്കാരനല്ല, സഭയെ ഭരിക്കേണ്ടത് പരിശുദ്ധാത്മാവാ. നിങ്ങൾ സ്തോത്രം പറയാതിരിക്കുക, അതിൻ്റെ വിഷയമേ അല്ല. സഭ നടത്തപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയാലാണ്. അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ സ്പിരിറ്റ്. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി, പൗലോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. പെന്തക്കോസ്ത് വളർന്നത് കെട്ടിടത്തിൻ്റെ വലിപ്പം കൊണ്ടല്ല, ഓഡിറ്റോറിയത്തിൻ്റെ വലിപ്പം കണ്ടല്ല, ഇതിനകത്ത് വ്യാപരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി കൊണ്ടാണ്.
നമ്മുടെ തലമുറയെ അത് പഠിപ്പിക്കണം. ഞാൻ ചോദിക്കുന്നു, നമ്മുടെ സന്താനങ്ങൾ എത്ര പേര് അന്യഭാഷ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്? ഇവിടെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഓർത്ത് എനിക്ക് സ്തോത്രം, സന്തോഷമുണ്ട്. നിങ്ങളുടെ മക്കൾ എത്ര പേര് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്? എത്ര പേര് അഭിഷേകം പ്രാപിച്ചവരുണ്ട്? സ്തോത്രം. ആത്മനിറവും അന്യഭാഷയും നിന്റെ തലമുറയ്ക്ക് അപമാനമല്ല, അത് അഭിമാനമായിരിക്കണം. മക്കൾ ഡോക്ടറാകുന്ന നല്ല കാര്യമാണ്, എഞ്ചിനീയറാകുന്ന നല്ല കാര്യമാണ്, വ്യവസായ പ്രമുഖനാകുന്ന നല്ല കാര്യമാണ്. അതിനേക്കാൾ നല്ല കാര്യമാണ് നിൻ്റെ കണ്ണടയും മുമ്പ് നിൻ്റെ കുഞ്ഞുങ്ങൾ ആത്മീയരായിത്തീരുന്നത്. മക്കൾ റാങ്ക് മേടിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്ക്, വലിയ ജോലി കിട്ടുമ്പോൾ സ്തുതിക്ക്. പക്ഷെ തുടിക്കുന്ന ഹൃദയത്തോട്, തുളുമ്പുന്ന കണ്ണുകളോട് നീ ദൈവത്തെ സ്തുതിക്കണം. എപ്പോഴെന്നറിയാമോ? നീ ആരാധിക്കുന്ന ഹോളിൽ നിന്റെ മുമ്പിൽ നിന്റെ തലമുറ വന്ന് മുട്ടിന്മേൽ നിന്ന് അന്യഭാഷ ദൈവത്തെ സ്തുതിക്കുന്ന കാണുമ്പോൾ നിന്റെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകണം. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. കൈകൾ ഉയർത്തിയാട്ടി ദൈവത്തെ സ്തുതിച്ചേ. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. പണ്ട് നമ്മുടെ ഇടയിൽ കാത്തിരിപ്പ് യോഗം എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ? ഇപ്പോൾ എനിക്കൊന്ന് GPMകാർക്കുണ്ടെന്ന് തോന്നുന്നു. പണ്ട് കല്യാണം ആലോചിക്കാൻ ചെന്നാൽ ചോദിക്കുമായിരുന്നു, എന്തോ ചോദിക്കുമായിരുന്നു? അഭിഷേകം പ്രാപിച്ചതാണോ? ഇപ്പോൾ ആരാ ചോദിക്കുന്നത്? ഇപ്പോൾ ഈയിടെ എങ്ങാണ്ട് ഞാൻ പറഞ്ഞ പോലെ മൂന്നാമൻ എന്തായാലും പറഞ്ഞ ദല്ലാള കല്യാണം ആലോചിക്കുന്നത്. അപ്പോൾ ഒരു ദല്ലാളിനോട് ചോദിച്ചു, അവളെ പെങ്കൊച്ചു അഭിഷേകം പ്രാപിച്ചതാണോ എന്ന്. അയാൾ വിട്ടുകൊടുത്തില്ല. അയാൾ പറഞ്ഞു അവൾ അതിനും മാറത്തില്ലെന്ന്. ഇതാ നമ്മുടെ സ്ഥിതി. ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലെ ഈ ബോർഡ് എക്സാം നടക്കുമ്പോഴും കാത്തിരിപ്പ് യോഗം പറയും പോയി കുത്തിയിരുന്ന് അഭിഷേകം പ്രാപിക്കടാന്ന്. നിൻ്റെ തലമുറ അഭിഷേകത്തിൽ നിറയണം. നിങ്ങൾക്കറിയാമോ, നമ്മൾ ഈ വന്നവരും നമ്മുടെ അപ്പന്മാരൊക്കെ വന്നത് എന്നാ കണ്ടോണ്ടാ? ഇപ്പം നമുക്ക് മനോഹര ഹോളുകളുണ്ട്, റോഡ് സൈഡിൽ നല്ല ഹോളുകൾ, ഓഡിറ്റോറിയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അന്ന് വാടക കെട്ടിടങ്ങളിൽ ചാണകം മെഴുകിയിടത്ത് ദൈവത്തെ ആരാധിക്കാൻ നമ്മുടെ പിതാക്കന്മാർ ഇറങ്ങി. അവർ സെമിത്തേരി കണ്ടല്ല, സഭാ ഹോള് കണ്ടല്ല, അവരിറങ്ങിയത് തേജോമനായ ദൈവത്തെ കണ്ടാണ്. ഇപ്പോഴും ആരെങ്കിലും ബന്ധക്കോസി വരുന്നെങ്കിൽ നിങ്ങൾ ചിന്തിക്കരുത് നമ്മുടെ കെട്ടിടത്തിൻ്റെ വലിപ്പം കണ്ടാണെന്ന്. നോ, ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഒക്കെ കണ്ടു ഇവിടുത്തെ പള്ളികൾ, ഇവിടുത്തെ കോളേജുകൾ, ഈ ജില്ലയിലെ പ്രധാന പള്ളിയും അതിൻ്റെ ഗ്രൗണ്ടും നിങ്ങൾ നോക്കണം. അല്ലെങ്കിൽ കോട്ടയം ദേവലോക അലമന നോക്കണം. നമ്മുടെ ജില്ലയിലെ സകല ബന്ധക്കോസ് ഹോളും വിറ്റ് പെറുക്കിയാലും പത്തനംതിട്ട കാതിരി കോളേജ് വാങ്ങാനൊക്കെ ഇല്ല. ഒക്കെയോ? നിങ്ങൾ അനങ്ങുന്നില്ലല്ലോ. അപ്പൊ കെട്ടിടത്തിന്റെ വലിപ്പം കണ്ടല്ല ഇതിനകത്ത് ആള് വരുന്നത്, ഇവിടെ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി കണ്ടാണ്. നമ്മൾ വിട്ടുപോകുന്ന അമ്പരചുംബികളായ ദേവാലയങ്ങൾ വിട്ടുപോകുന്നവരാണ്. 1000, 1500 ആളുകൾ കൂടുന്ന ആരാധനാലയങ്ങൾ നമ്മൾ വിട്ടുപോകുന്നവരാണ്. അവിടെ മധുവായി ഉണ്ടായിരുന്നു, അവിടെ ധൂപക്കുറ്റി ഉണ്ടായിരുന്നു, അവിടെ സ്ഥാനവസ്ത്രം ധരിച്ച പുരോഹിതന്മാരുണ്ടായിരുന്നു, അവിടെ മണമുണ്ടായിരുന്നു, മണിയടി ഉണ്ടായിരുന്നു. നമ്മൾ വന്നിടത്ത് മധുവായില്ല, ധൂപക്കുറ്റിയില്ല, സ്ഥാനവസ്ത്രം ധരിച്ച പുരോഹിതന്മാരില്ല. എന്നാൽ അവിടെ ഇല്ലാത്തതൊന്ന് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരിക്കണം. ഇവിടെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്നുണ്ട്, ഇവിടെ ദൈവത്തിന്റെ അഗ്നി കത്തുന്നുണ്ട്. ഒന്നുകൂടെ കൈകൾ അടിച്ച ശക്തിയോട് അന്യഭാഷ ദൈവത്തെ സ്തുതിക്കാം. മേഘസ്തംഭത്തിലും അഗ്നിസ്തംഭത്തിലും അവർ വഴി നടത്തപ്പെട്ടവരായിരുന്നു. അടുത്തത്, അവർ തനിച്ചു പാർക്കുന്ന ജനമായിരുന്നു. അവരെ ശപിക്കുവാൻ ബാലാഖ് ബിലയാമിനെ എന്ന കെടികെട്ടിയ പ്രവാചകനെ കൂലിയെടുത്ത് കൊണ്ടുവന്നു. ഓരോ ആംഗിളിൽ കൊണ്ട് നിർത്തി പ്രാകാൻ പറഞ്ഞു. പ്രാകാൻ വന്നവൻ്റെ വായിൽ ദൈവം അനുഗ്രഹം കുത്തി നിറച്ചു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നതുമില്ല. ദൈവം പ്രാകാത്തവനെ ആര് പ്രാകും? ദൈവം ശപിക്കാത്തവനെ ആര് ശപിക്കും? ബാലാക്കിനെ ഈ ആംഗിളിൽ കൊണ്ട് നിർത്തി അവിടെ അനുഗ്രഹം, ഈ ആംഗിളിൽ കൊണ്ട് നിർത്തി അവിടെ അനുഗ്രഹം, 4 ആംഗിളിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു രാജകോലാഹലം അവിടെ മധ്യമുണ്ട്. ആ വിചാരം ഇസ്രായേലിന് ഫലിക്കയില്ല. ലക്ഷണവിദ്യ യാക്കോവിൻ്റെ അടുക്കെ ഒക്കത്തില്ല. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ഫലിക്കില്ല. അപ്പം ഈ വിളിച്ചവൻ പറഞ്ഞു, നീ അനുഗ്രഹിക്കുകയും വേണ്ട ശാപിക്കുകയും വേണ്ട, ഒന്ന് പോയി തരാമോന്ന്. ഇന്ന് രാവിലെ ഒന്നുകൂടെ ഞാൻ പറയാം, കൃപയെ ജീവിക്കുന്ന ദൈവ പൈതലേ, വിശുദ്ധി ജീവിക്കുന്ന ദൈവ പൈതലേ, നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറയെയും 1000 ദുഷ്ടപിശാചുക്കൾ ശപിച്ചാലും ആ ശാപം അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവം ഇന്ന് രാവിലെ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്.
ഓ ഹുഡ മറക്കുന ഹംതുനിയ ദുഷ്ട പിശാചുവിന്റെ 1000 സേനയും നിന്റെ തലമുറയെ ശപിച്ചാലും ആ ശാപം ദൈവം അനുഗ്രഹമാക്കി മടക്കി വരുത്തും. എന്നാൽ പിന്നീട് ആ ശാപം ഏറ്റു. എങ്ങനാ? ബിലെയാം പോയപ്പം പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, ഇവരെ തീർക്കാൻ. ഇവർ ദൈവീയ പ്രൊട്ടക്ഷനിലാണ്. ഇവരെ ദൈവീയ പ്രൊട്ടക്ഷൻ പിൻവലിക്കാതെ ആർക്കും ഇവരെ തകർക്കാൻ കഴിയില്ല. ദൈവിക പ്രൊട്ടക്ഷൻ പിൻവലിക്കപ്പെട്ടാൽ ഇവരുടെ ദൈവം അവരെ കൈവിടും. അവരുടെ ദൈവം അവരോടുകൂടെ ഉള്ളിടത്തോളൂ ലോകത്തിൽ ഒരുത്തനും അവനെ തകർക്കാൻ കഴിയില്ല. ഞാൻ ഓരോ വാക്കും ദൂതായി വിളിച്ചു പറയുക, നിന്റെ ദൈവം നിന്റെ കൂടെ ഉള്ള കാലത്തോളം ലോകത്തിൽ ഒരുത്തനും നിന്നെ തകർക്കാൻ കഴിയില്ല. ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ പരസംഗം ചെയ്തു. ഒറ്റ ദിവസം 24,000 എണ്ണം. ഇതൊക്കെ ഉള്ളിൽ കയറണം. നാം കൃപയിൽ നിൽക്കുന്നിടത്തോളം, നാം വിശുദ്ധിയിൽ നിൽക്കുന്നിടത്തോളം, നാം പ്രമാണത്തിൽ നിൽക്കുന്നിടത്തോളം ലോകത്തിൽ ആർക്കും നമ്മെ പ്രാഗി ഒതുക്കുവാൻ കഴിയുകയില്ല. ഇസ്രായേൽ മക്കൾ വിശ്വാസയാത്രികരായിരുന്നു. വിശ്വാസയാത്രികർ, അതായത് മരുഭൂമിയിൽ എന്ത് ഭക്ഷിക്കും, എവിടെ പാർക്കും, എന്തുടുക്കുമെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇത്രയും വരുന്ന ജനസഞ്ചയം ഇറങ്ങിത്തിരിച്ചത് ദൈവത്തിൻ്റെ മുഖത്ത് നോക്കിയായിരുന്നു. ഞാൻ ടൈം ഈസ് അറ്റ് ഹാൻഡ്, നൗ ഈസ് എ ടൈം, സമയമെടുത്തെന്ന് പറയുന്ന പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ ഇസ്രായേൽ മക്കളുടെ അരികിൽ വന്ന് അവർ പോകാൻ തുടങ്ങുമ്പോൾ മിസ്രയീംകാർ വന്ന് പറയുന്ന ഭാവനകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. സ്വാഭാവികമാണ്. അതിങ്ങനെയാണ്, ഇവരിറങ്ങാൻ തുടങ്ങുമ്പോൾ മിസ്രയീംകാർ വന്ന് ചോദിക്കും, ഞങ്ങളെ വിട്ടിട്ട് എവിടേക്കായി പോന്നേ? എങ്ങാണ്ടു എന്ന് വന്ന മോശ ഏതാണ്ട് പറഞ്ഞെന്നും പറഞ്ഞ് നിങ്ങൾ എവിടേക്കായി പോന്നേ? മരുഭൂമി ചാകത്തേ ഉള്ളൂ. ആര് ഭക്ഷിക്കാൻ തരും? പിള്ളേരെ എവിടെ കെട്ടിക്കും? ചത്താൽ എവിടെ കുഴിച്ചിടും? ഉടനെ അവരുടെ മറുപടി, താങ്ക്സ്, ഒരു കാര്യം ഞങ്ങൾ പറയാം, ഞങ്ങൾ മോശയെ കണ്ടിറങ്ങിയവരല്ല, ഞങ്ങൾ മോശയുടെ ദൈവത്തെ കണ്ടിറങ്ങുന്നവരാണ്. ഞങ്ങൾ മരുഭൂമി ചാകാൻ പോകുകയല്ല, ഞങ്ങൾ കനാനിൽ ജീവിക്കാൻ പോകുകയാണ്. ഞങ്ങൾക്ക് മരുഭൂമി യാത്ര അനിവാര്യമാണ്. പക്ഷേ ചെങ്കടൽ പിളർത്തിയവൻ, മരുഭൂമിയിൽ മന്ന വർഷിപ്പിക്കുന്നവൻ, കാടപ്പക്ഷി നീക്കൽ പാലിക്കുന്നവൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. പകലിൽ മേഘസ്തംഭമായവൻ, രാത്രി അഗ്നിസ്തംഭം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതിന് ഒന്നുകൂടെ പറയാം, നമ്മളും നമ്മുടെ പിതാക്കന്മാരും ഒന്നും കണ്ടിറങ്ങിയവരല്ല. ആഴിയെന്നോർത്തില്ല, ആഴം ആരാഞ്ഞില്ല, അലകൾക്കതെല്ലാം ഭയപ്പെട്ടില്ല, വിശ്വാസത്തോടെ എടുത്തിയാടി ദൈവം എന്നെ കൈവിട്ടില്ലെന്ന് പറയാൻ തൻ്റെ ഇടമുള്ളവൻ ദൈവത്തെ സ്തുതിക്കാം. വിശ്വാസയാത്രികരായിരുന്നു. എനിക്ക് സമയം ചുരുക്കം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓടിച്ചു വിടുന്നത്. വിശ്വാസയാത്രികരായിരുന്നു. പിന്നെ അവർക്ക് മരുഭൂമി യാത്ര അനിവാര്യമായിരുന്നു. മരുഭൂമി യാത്ര അനിവാര്യമായിരുന്നു. അത് മാത്രമല്ല, മരുഭൂമിയിൽ അവർ ദൈവത്തെ ആരാധിച്ചവരായിരുന്നു. ഭൂമിയിലെ ആദ്യത്തെ ആരാധനാലയം സമാഗമന കൂടാരമായിരുന്നു. നിങ്ങൾക്കറിയാം, അത് നിർമ്മിക്കാൻ പറഞ്ഞവൻ സർവശക്തനായ ദൈവമാണ്. ഞാൻ അവരുടെ നടുവിൽ വസിക്കേണ്ടതിന് അവർ എനിക്ക് ഒരു മന്ദിരം പണിയണം. സമാഗമനകൂടാരത്തിൻ്റെ പേരെന്തൊക്കെയാ? വിശുദ്ധ മന്ദിരം, എതിരേൽപ്പിൻ കൂടാരം, സമാഗമിക്കുന്ന സ്ഥലം, കണ്ടുമുട്ടുന്ന സ്ഥലം, കൂട്ടിമുട്ടുന്ന സ്ഥലം. ആരൊക്കെ കണ്ടുമുട്ടുന്നതാ? സ്വർഗത്തിലെ ദൈവവും മനുഷ്യനും തമ്മിൽ കണ്ടുമുട്ടുന്ന സ്ഥലം, സമാഗമിക്കുന്ന സ്ഥലം. സമാഗമനകൂടാരത്തിൽ വെച്ച് ഇസ്രായേൽ ജനത്തിന് ദൈവത്തോട് പറയാനുള്ളത് പറയാനും ദൈവത്തിന് അവരോട് പറയാനുള്ളത് കേൾക്കാനുള്ള ഇടവുമായിരുന്നു സമാഗമനകൂടാരം. മനസ്സിലാകുന്നുണ്ടോ? ആരാധനാലയം നിനക്ക് ദൈവവും നീയുമായി കൂട്ടിമുട്ടുന്ന ഇടമാ, തമ്മിലടിക്കാനുള്ള ഇടമല്ല. സ്തോത്രം പറഞ്ഞില്ല. കണക്ക് തീർക്കാനുള്ള ഇടമല്ല. വിശുദ്ധനായ ദൈവവും തമ്മിൽ കണ്ടുമുട്ടുന്ന സ്ഥലമാ ആരാധനാലയം. അവിടെ പക തീർക്കാനുള്ള ഇടമല്ല, കണക്ക് തീർക്കാനുള്ള ഇടമല്ല. അഹങ്കരിക്കരുതാരും, നിഗളിക്കരുതാരും. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി കൂടെയാണെന്ന് മറന്നു പോകരുത്. കൈകൾ ഉയർത്തിയാട്ടെ, ശക്തിയോടെ സ്തോത്രം ചെയ്യാം. മരുഭൂമി യാത്ര അനിവാര്യമായിരുന്നു. എന്തിനാണ് ഇസ്രായേൽ മക്കളെ മരുഭൂമിയുടെ ദൈവം നടത്തിയത്? സ്തോത്രം. അവരെ താഴ്ത്തേണ്ടതിന്. 8-ാം അധ്യായത്തിൽ ഹൃദയത്തിലിരിക്കുന്നത് അറിയാൻ, കൽപ്പന പ്രമാണിക്കുമെന്നറിയാൻ. മനുഷ്യൻ അല്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്ന അറിയുവാൻ. അടുത്തത്, നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത നന്മ കൊണ്ട് പോഷിപ്പിക്കുവാൻ. അടുത്തത്, പിൽക്കാലത്ത് നന്മ ചെയ്യാൻ. എല്ലാം വിവരിക്കേണ്ടതാ. പക്ഷെ ഒരു കാര്യം പറയാം, നീ മരുഭൂമിയിലൂടെ ആണോ ഓർത്തോ, കഷ്ടതയിലാണോ ഓർത്തോ, അവൻ പിൽക്കാലത്ത് നിനക്ക് നന്മ ചെയ്യും. മരുഭൂമി
ഗോഡ്സ് പ്രൊട്ടക്ഷൻ, ഗോഡ്സ് പ്രൊവിഷൻ, ഗോഡ്സ് ടീച്ചിങ്. മരുഭൂമി യാത്രയിൽ ഡിവൈൻ പ്രൊവിഷൻ, ഡിവൈൻ പ്രൊട്ടക്ഷൻ, ഡിവൈൻ ടീച്ചിങ്, ഇതെല്ലാം അവർക്ക് കിട്ടി. ദൈവിക സംരക്ഷണം, ദൈവിക പരിപാലനം, ദൈവിക കരുതൽ, ദൈവിക പരിശോധന പാഠശാലയാണ് മരുഭൂമി യാത്ര. ക്രിസ്ത്യജീവിതത്തിൽ കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, പ്രതിസന്ധിയുണ്ട്. പക്ഷേ നമ്മുടെ ലക്ഷ്യം ഈ മരുഭൂമിയല്ല, നമ്മുടെ ലക്ഷ്യം വാഗ്ദത്ത കനാനാണ്. ഒന്നുകൂടെ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്. പാസ്റ്റർ തന്ന സമയത്ത് ഞാൻ നിർത്തും, നിങ്ങൾ ബൈബിളാടിപ്പൊന്നും വേണ്ട. ഗോഡ്സ് പ്രൊവിഷൻസ്, ഡിവൈൻ പ്രൊട്ടക്ഷൻ, ഇതെല്ലാം ഡിവൈൻ ടീച്ചിങ്, ഇതെല്ലാം മരുഭൂമിയിലാണ്. നമ്മുടെ മര്യാദ പഠിപ്പിക്കുന്ന സ്ഥലമാണ് മരുഭൂമി. ഈ മോശ എന്ന് പറഞ്ഞ മനുഷ്യൻ മിസ്രൈമിലെ സകല ജ്ഞാനവും അഭ്യസിച്ചവനായിരുന്നു. 10-20 എണ്ണം അടുത്ത് വന്നാൽ അടിച്ച് താഴെയിടാനുള്ള കൈക്കരുത്ത മനുഷ്യനുണ്ടായിരുന്നു. പക്ഷെ ദൈവം അവനെ മരുഭൂമിയിൽ ദൈവിക പാഠശാലയുടെ നടത്തി. ഏതോ പ്രസംഗികൻ പറഞ്ഞ പോലെ കൈക്കരുത്തുള്ള മോശയുടെ കയ്യിൽ ഈ മൂശാട്ടക്കാരായ ഇസ്രായേൽക്കാരെ കൊടുത്തു വിട്ടിരുന്നെങ്കിൽ സകല എണ്ണത്തെ അടിച്ചു കൊന്ന് മോശ തന്നെ മരുഭൂമി മറച്ചേര്. അതുകൊണ്ട് ദൈവം അവനെ മര്യാദ പഠിപ്പിച്ചു, വിട്ടു. അതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയാമോ? ഞാൻ വായിക്കുമ്പോൾ മോശ ദൈവത്തിൽ നെടുമ്പാട് വീഴും. ജനം മുഴുവൻ ഒന്നിച്ചവൻ്റെ നേരെ ആക്രോശിക്കുമ്പോൾ അവൻ നെടുമ്പാട് വീഴും. 4 സ്ഥലത്ത് ഒന്നിച്ച് ജനം കല്ലെറിയാൻ വന്നപ്പോൾ മോശ നെടുമ്പാട് വീണു. അതുകൊണ്ട് തീർന്നില്ല, അവൻ കരഞ്ഞു. 20 പേരെ ഒന്നിച്ച് നേരിടാൻ കൈക്കരുത്തുള്ള മോശ നെടുമ്പാട് വീണ് കരഞ്ഞെന്ന്. ദൈവം എഴുന്നേൽക്കുമ്പോൾ അവൻ്റെ ശത്രു ചിതറും. ദൈവം എഴുന്നേൽക്കണമെങ്കിൽ നീ ഇരിക്കണം. നീയും നിൻ്റെ ദൈവം ഒരുപോലെ എഴുന്നേറ്റ് നിൽക്കില്ല. നീ എപ്പം നിൽക്കുമോ അപ്പം നിൻ്റെ ദൈവം ഇരിക്കുക. നീ ഇരുന്നാൽ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കും. പോരാ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. എൻ്റെ ദാസനായ മോശ ഭൂലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അതിസൗമ്യൻ. ദൈവത്തിനും ദൈവസഭയ്ക്കും വേണ്ട ഇങ്ങനെയുള്ളവരെയാ. കണ്ടത്തടിക്കും മുണ്ടത്തടിയും കൊണ്ട് നിൽക്കുന്നവനെ അല്ല. നീ എന്നെ പിച്ചിയാ ഞാൻ നിന്നെ മാന്തു എന്ന് പറയുന്നവനെ അല്ല ദൈവസഭയ്ക്ക് ആവശ്യം. ദൈവസഭയ്ക്ക് ആവശ്യം പ്രതിസന്ധിയുടെ നടുവിൽ നെടുമ്പാട് വീണ് കരയുന്നവനെ അത്രേ. അപ്പോൾ മേഘം ഇറങ്ങി. നീ നെടുമ്പാട് വീണാൽ ഒരുവൻ നിന്നെ തൊടുവാൻ ദൈവം അനുവദിക്കില്ല. മരുഭൂമി യാത്ര അനിവാര്യമായിരുന്നു. കൺക്ലൂഡ് ചെയ്യുന്നു. പക്ഷേ ലക്ഷ്യം മരുഭൂമി അല്ലായിരുന്നു, വാഗ്ദത്ത കനാനായിരുന്നു. നമ്മളെ ദൈവം വിളിച്ചത് ഈ മരുഭൂമിയിൽ ഒടുങ്ങാനല്ല, സ്വർഗത്തിലെത്താനാ. പക്ഷെ അവിടെ എഴുതി നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്: അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. അവരവിടെ എത്തിയില്ല. കാരണം ദുർമോഹം, വിഗ്രഹാരാധന, പരസംഗം, ദൈവത്തെ പരീക്ഷിക്കൽ, പിറുപിറുപ്പ്, ദൈവാലോചനയ്ക്ക് കാത്തിരുന്നില്ല, ദൈവവചനത്തെ വിശ്വസിച്ചില്ല, മനോഹരദേശം നിരസിച്ചു. ഒത്തിരി കാര്യം എഴുതിയിട്ടുണ്ട്. ദൈവം തള്ളിയിട്ട് കളഞ്ഞു. നമ്മളെ ദൈവം വിളിച്ചത് ഈ മരുഭൂമിയിൽ ഒടുങ്ങാനല്ല, നിത്യതയിലെത്താനാണ്. എലയാസർ റിബേക്കയെ ഒരുക്കി ഇസഹാക്കിൻ്റെ അരിയിലേക്ക് കൊണ്ടുവരുന്നു. ദൈവസഭയെ പരിശുദ്ധാത്മാവ് ഒരുക്കുന്നു. അവിടെ യാത്ര ഒട്ടകപ്പുറത്താണ്. ഈ ഒട്ടകപ്പുറത്ത് മരുഭൂമിയിലൂടെയാണ് യാത്ര. അതുപോലെ എലയാസർ റിബേക്കയോട് പറയുന്നത് മരുഭൂമിയല്ല വർണ്ണിക്കുന്നത്, മരുഭൂമിയുടെ വർണ്ണനയല്ല, ചെന്നു പാർക്കാൻ പോകുന്ന വീട്, കാത്തിരിക്കുന്ന മണവാളൻ. എല്ലാ പ്രസംഗികരും എല്ലാ പ്രവാചകരും ജനത്തിന് കൊടുക്കേണ്ട ദർശനം നിത്യതയുടെ ദർശനമായിരിക്കണം. ഈ മണ്ണിൻ്റെ ദർശനമല്ല. ഇത് കോവിഡ് വന്നപ്പോൾ ഇച്ചിരി ഒന്ന് ഒതുങ്ങി. അതുവരെ നോക്കിക്കോ, പിടിച്ചോ, പ്രാപിച്ചോ എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ അവൻ്റേത് അടിച്ചു മാറ്റി നിനക്ക് തരാൻ പോവാന്നാ. ഈ മണ്ണല്ല നമ്മുടെ പ്രത്യാശ. ഈ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടിയല്ല നമ്മൾ ഇറങ്ങിയത്. നമ്മൾ ഇറങ്ങിയത് നിത്യതയ്ക്ക് വേണ്ടിയാണ്. എലയാസർ റിബേക്കയോട് പറയുന്നൊരു പാട്ടുണ്ട്. 2 ചാൻസേ ഉള്ളൂ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. യാത്ര വേഗം തീരും അല്പകാലത്തിൽ, താണ്ടിടുന്ന വേഗം കണ്ണീർ താഴ്വര, ശോഭയേറും ദേശം ദൂരെ കാണുന്നു, യോർദാനക്കരെ നാം വേഗം ചേർന്നിടും,
എന്തായാലും യാത്ര പാടി കൊടുക്കുന്നത്, യാത്ര വേഗം തീരും അല്പകാലത്തിൽ, താണ്ടിടുന്ന വേഗം കണ്ണീർ താഴ്വര, ശോഭയേറും ദേശം ദൂരെ കാണുന്നു, യോർദാനക്കരെ നമ്മൾ വേഗം തീരും. ഞാൻ എൻ്റെ സഭയിൽ പറയും, പ്രത്യാശയോട് ജീവിക്കാൻ മാത്രമല്ല, പ്രത്യാശയോട് മരിക്കാനും ജനത്തെ പഠിപ്പിക്കണം. കൈയൊന്ന് ഉയർത്തി ശക്തിയോട് ദൈവത്തെ സ്തുതിച്ചേ. നമ്മുടെ ലക്ഷ്യം വാഗ്ദത്ത കനാന. അവിടെ എത്താതെ പോകരുത്, അവിടെ എത്താതിരിക്കരുത്. ഇസ്രായേൽ മക്കളും നമ്മൾ ഒരു വ്യത്യാസം പറയാം. ഇസ്രായേൽ വാഗ്ദത്ത കനാനിൽ പ്രവേശിച്ചെങ്കിലും പലവട്ടം അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു. എന്നാൽ ഒരിക്കൽ നമ്മൾ നിത്യമായ സന്തോഷം പ്രാപിക്കും. നമ്മുടെ ശത്രുവിന് അത് അവതരിപ്പാൻ കഴിയില്ല. യാത്രയപ്പില്ലാത്ത, ശവമഞ്ചമില്ലാത്ത, ശവോടക്കില്ലാത്ത, ശവമണിയില്ലാത്ത ഒരു നല്ല നാട്ടിൽ നമ്മൾ ഒന്നിച്ചു പാർക്കും. ഇപ്പോൾ നമ്മൾ പല നാട്ടിൽ പല വീട്ടിൽ പാർക്കുന്നു. എന്നാൽ ഒരു നാളിൽ ഒരു വീട്ടിൽ നമ്മൾ ഒന്നിച്ചു പാർക്കാൻ പോകുകയാണ്. പ്രത്യാശയോട് കൈ ഉയർത്തിയ ശക്തിയോട് സ്തോത്രം. പണ്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പെന്തക്കോസുകാരുടെ യോഗം പിരിയുമ്പോൾ നമ്മൾ പാടിപ്പോകുന്നത് എന്താണെന്നറിയാമോ? ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം. നമ്മൾ ഒന്നിച്ചു പാർക്കും, ഒന്നിച്ചൊരു വീട്ടിൽ പാർക്കും. അതുവരെ ക്ലേശങ്ങൾ സഹിക്കാം, അതുവരെ കഷ്ടങ്ങൾ സാരമില്ലെന്നെണ്ണാം. പക്ഷെ മറക്കരുത്, എഴുന്നേറ്റ്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. സംഘാടകർക്ക് ഒത്തിരി കാര്യം ഞാൻ കറക്റ്റ് നിർത്തി വാസേ ഇല്ലേ, കറക്റ്റ് നിർത്തി. നമുക്കെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. 2 ഡാൻസ് ഒന്ന് പാടിക്കും. മനോഹരമായ കനാൻ ദേശമേ അതേ എനിക്കടിയാം. ഞാൻ പറയുമ്പോൾ പാടിയാൽ മതി. എല്ലാ കണ്ണും ഒന്ന് അടച്ചേ, ദിവസം അവിടെ നിന്ന് പറ. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ടവരെ, 58,000 സ്ക്വയർ ഫീറ്റ് പാർത്തവനെയും കോവിഡ് കൊണ്ടുപോയി. 58,000 സ്ക്വയർ ഫീറ്റ്, ഇവിടെങ്ങുമില്ല അത്ര ഒരു വീട്. 33,000 സ്ക്വയർ ഫീറ്റിൽ പാർത്തവനെ, വീടിൻ്റെ ഡെഡിക്കേഷന് 15 ലക്ഷം ലൈവ് പൂക്കൾ വെച്ചവനെയും കോവിഡ് കൊണ്ടുപോയി. ഔദ്യോഗിക കണക്ക്, അനൗദ്യോഗിക കണക്കനുസരിച്ച് 2 കോടി പരം ആളുകളെയാണ് കോവിഡ് കൊണ്ടുപോയത്. അതിവിദഗ്ധ ഡോക്ടേഴ്സ്, നേഴ്സസ്, സയൻറ്റിസ്റ്റുകൾ, അമേരിക്കൻ കോടീശ്വരന്മാർ. ദൈവദാസൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ നമ്മൾ ബാക്കിയായി. പോയവർ നമ്മളെക്കാൾ മോശക്കാരല്ല, നമ്മളവരെക്കാൾ നല്ലവരുമായിട്ടല്ല, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിനെ പദ്ധതി തീരാത്തതുകൊണ്ട്. കണ്ണും ദൈവസടച്ചേ, ഒരു കൈ നെഞ്ചോടും ചേർത്ത് പിടിച്ചിട്ട് യേശുവിനോട് പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, എനിക്കെൻ്റെ പ്രാണപ്രിയനെ കാണണം, എനിക്കെൻ്റെ കർത്താവിനെ കാണണം, എനിക്ക് നിത്യതയിലെത്തണം, എനിക്ക് നിത്യ വീട്ടിൽ ചെല്ലണം. അതാണ് എൻ്റെ ആശ. എന്നെ അതിനായി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവർ കൈ ഉയർത്തിപ്പിടിച്ചാട്ടി പന്തലിൽ. യേശുവേ, എന്നെ ഒന്നുകൂടെ കഴുകണേ. അങ്ങ് വലിച്ചെറിയാൻ എന്ത് പറഞ്ഞാലും ഞാൻ വലിച്ചെറിയാൻ തയ്യാറാണ്. എന്തേറ്റെടുക്കാൻ പറഞ്ഞാലും ഞാൻ തയ്യാറാണ്. കർത്താവേ, എന്നെ ശുദ്ധീകരിക്കണമേ. എനിക്ക് എൻ്റെ പ്രാണപ്രിയനെ കാണണം. എൻ്റെ ഓട്ടവും അധ്വാനവും വൃഥാവാകരുത്. നിത്യത, അതാണ് എൻ്റെ ലക്ഷ്യം. അവിടെ എത്തും വരെയും കൃപയിൽ എന്നെ സൂക്ഷിക്കണമെന്ന് കൈകൾ നന്നായി ഉയർത്തിപ്പിടിക്കൂ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അപ്പോൾ തന്നെ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങളെല്ലാം അവിടുത്തെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ രക്ഷിച്ചതിനായി സ്തോത്രം, ഞങ്ങളെ തെരഞ്ഞെടുത്തതിനായി സ്തോത്രം, നിന്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ പകർന്നതിനായി സ്തോത്രം. ഇത്ര നല്ല കർത്താവിനെ സേവിപ്പാൻ തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ലക്ഷ്യം മരുഭൂമിയല്ല കർത്താവേ. പഴയ നിയമ ഇസ്രായേലിന് പറ്റിയത് ഞങ്ങൾക്ക് പറ്റരുത്. ഞങ്ങൾ അവരെക്കാൾ വലിയവരല്ലപ്പാ. ഞങ്ങളുടെ ലക്ഷ്യം സ്വർഗ്ഗകനാനാണ്. വല്ലവിധേനയും പൗലോസ് പറഞ്ഞു, മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കണം. ഞങ്ങളുടെ ഓട്ടം അധ്വാനം വൃഥാവാകരുതപ്പാ. ഈ ജനത്തെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സന്താനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവരെവിടൊക്കെയാണോ അവിടെ ദൈവശക്തി വ്യാപരിക്കണമേ. ഈ പന്തലിന്റെ തണലായിരിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ദുഷ്ടന്റെ ചെങ്കോൽ നീതിമാന്റെ അവകാശത്തിന്മേൽ ഇരിക്കില്ല. ഞങ്ങളുടെ മേലോ ഞങ്ങളുടെ സന്താനത്തിന്മേലോ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിപ്പാൻ പാടില്ല. അഭിഷേകം നുകത്തെ തകർക്കുമെങ്കിൽ ഇന്ന് പകലിവിടെ വ്യാപരിക്കുന്ന അഭിഷേകത്താൽ ദുഷ്ടന്റെ ചെങ്കോൽ തകർക്കപ്പെടട്ടെ. കരമടിച്ചാരാധിച്ചാട് ശക്തിയോടെ യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ, സൗഖ്യം വ്യാപരിക്കട്ടെ, ഞങ്ങളുടെ തലമുറ വിടുവിക്കപ്പെടട്ടെ. നിന്റെ കരവരെ തൊട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ.